3 മാസത്തെ ബഡ്ജറ്റിൽ ആദ്യത്തെ 1 മാസം കഴിയുമ്പോൾ തന്നെ അറിയാം, ഓക്കെ ഇതാണ് നമ്മുടെ സ്റ്റേറ്റസ്, അടുത്ത 2 മാസത്തേക്ക് നിങ്ങൾ എവിടെ എത്തിയിട്ടില്ല കേട്ടോ. നോട്ട് ലൈക്ക് ദ ഓൾഡൻ ഡേയ്സ് വേർ യു ആർ വെയിറ്റിംഗ് ഫോർ ദ ലാസ്റ്റ് മന്ത് ടു ഗെറ്റ് ദ റിപ്പോർട്ട്. ഓ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നല്ലോ, ഇനി നമ്മുടെ അക്കൗണ്ടന്റുമാരുടെ ഒക്കെ പണി പോയി എന്നൊരു തോന്നല് വരാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടായാലും ഹൗ ദ അക്കൗണ്ടന്റ് വിൽ ബി സ്റ്റാൻഡിങ് ഡിഫറെന്റ്. Artificial intelligence, there are so many areas it can take over to make more efficiency. Like, it can help enforce corporate policy. എല്ലാ കമ്പനിക്കും അവരുടേതായ പോളിസികൾ ഉണ്ടാവും. അപ്പൊ നമ്മള് ഇൻവോയ്സ് കമ്പനിയുടെ അക്കൗണ്ടിൽ ട്രാവൽ ചെയ്യാണ്, ഉടനെ വി ഹാവ് ടു അപ്ഡേറ്റ്. അപ്പോ ഇത് നോക്കിയിരിക്കാൻ നമ്മളുടെ മാനേജർമാർക്ക് അറിയാം, ഇയാളുടെ ലിമിറ്റ് ഇത്രയാണ്, മാസം 10 ദിവസമേ ആയിട്ടുള്ളൂ, ഓൾറെഡി ലിമിറ്റ് മുഴുവൻ യൂസ് ചെയ്ത് കഴിഞ്ഞു. സോ അവിടെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയാണ്. എംപ്ലോയിയുടെ റെസീപ്റ്റ്സ്, എംപ്ലോയിയുടെ ലീവ്, എംപ്ലോയിയുടെ ട്രാവൽ ഡീറ്റെയിൽസ്, എന്തിനു പറയുന്നത് നമ്മളുടെ അറ്റൻഡൻസ്. എല്ലാവരും ഇപ്പൊ വന്ന ഉടനെ തന്നെ നമ്മൾ സ്കാൻ ചെയ്തിട്ടാണ് പോണത്. അപ്പൊ എത്ര ദിവസം ലേറ്റായി, എത്ര ദിവസം നമ്മൾ 10 മിനിറ്റ്സ് ലേറ്റായി. കമ്പനിയുടെ പോളിസി കണ്ടിന്യൂസ് ആയിട്ട് 4 ദിവസം ലേറ്റായാൽ ഇറ്റ് വിൽ ബി കൺസിഡേർഡ് ആസ് എ ഹാഫ് ഡേ ലീവ് എന്നൊക്കെ പല കമ്പനിയിലും പോളിസി ഉണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉള്ളത് കാരണം they can track immediately and they will tell you, they can even send a email to you. ഈ മാസത്തെ ഓവർ ടൈം ഇത്രയാ, അല്ലെങ്കിൽ ലേറ്റ് കമ്മിങ് ഇത്രയായി, അര ദിവസം ശമ്പളം കട്ട് ചെയ്യുന്നുള്ളത്. ദാറ്റ് ഈസ് ഗിവിംഗ് യു ആസ് എൻ എംപ്ലോയി, യു ആർ ഗെറ്റിംഗ് എ മെസ്സേജ്, യു ഷുഡ് നോട്ട് കം ലേറ്റ് for the rest of this month, otherwise you will be ready to forgo your salary for another day. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇറ്റ് ഈസ് പോസിബിൾ ഓൺലി വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നമുക്ക് ഇല്ല എന്ന് പറയാനും പറ്റില്ല, നമ്മളെല്ലാം സ്കാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫ്രോഡ് നടക്കാനുള്ള സാധ്യതയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇറ്റ് ക്യാൻ റെഡ്യൂസ് എ ലോട്ട് ഓഫ് ഫ്രോഡ്. സിസ്റ്റത്തിൽ അല്ലാണ്ട് വിൽക്കാൻ പറ്റില്ല, പല കൺട്രോൾസും ഉണ്ട്. വെൻ യു സിറ്റ് ആൻഡ് വർക്ക് ഇൻ എ ഓഫീസ്, എസ്പെഷ്യലി ഇൻ എ റീറ്റെയിൽ ബിസിനസ്, യു വിൽ നോ. സ്കാൻ ചെയ്യാണ്ട് ഒരു സാധനം കണ്ടിട്ടില്ലേ, പല പ്രാവശ്യം നമ്മൾ സാധനം വാങ്ങി കൗണ്ടറിൽ എത്തുമ്പോൾ പറയും, അയ്യോ ഇത് സ്കാൻ ചെയ്യണില്ല, ക്യാൻ യു ഗോ ആൻഡ് ഗെറ്റ് അനദർ വൺ, അല്ലെങ്കിൽ കോൾ ദ സൂപ്പർവൈസർ. ഇതൊക്കെ എന്താണ്? ഇറ്റ്സ് ഓൾ ദ കൺട്രോൾസ് ടു റെഡ്യൂസ് ദ ഫ്രോഡ്. At the end of the day, our aim is to reduce fraud, increase the efficiency of the business. And also, we can do a lot of budget, we can do forecasting. 3 മാസത്തെ ബഡ്ജറ്റിൽ ആദ്യത്തെ 1 മാസം കഴിയുമ്പോൾ തന്നെ അറിയാം, ഓക്കെ ഇതാണ് നമ്മുടെ സ്റ്റേറ്റസ്, അടുത്ത 2 മാസത്തേക്ക് നിങ്ങൾ എവിടെ എത്തിയിട്ടില്ല കേട്ടോ. ബഡ്ജറ്റ് അച്ചീവ് ചെയ്യണമെങ്കിൽ അടുത്ത 2 മാസം നല്ലോണം വർക്ക് ചെയ്യണം എന്നുള്ളൊരു ഇൻഡിക്കേഷൻ നമ്മളുടെ മാനേജർ പറയും. കാരണം മാനേജർ വിൽ ബി വാച്ചിങ്, not like the olden days where you are waiting for the last month to get the report. Okay, and of course you can do a lot of tax preparation and other thing when we are doing with the artificial intelligence. And ഇതൊക്കെ നോക്കുമ്പോൾ you will be thinking, oh, artificial intelligence വന്നല്ലോ, ഇനി നമ്മുടെ അക്കൗണ്ടന്റുമാരുടെ ഒക്കെ പണി പോയി എന്നൊരു തോന്നല് വരാം, അല്ലെ? there is nothing like that. അപ്പൊ എത്ര ഒരാളുടെയും പണി പോയിട്ടില്ല. നമ്മളൊക്കെ ചെയ്യുന്ന ക്വാളിറ്റി ഓഫ് ജോബ് അങ്ങോട്ട് വളരെ വ്യത്യസ്തമായി മാറി എന്നല്ലാണ്ട് നമ്മളുടെ ജോബ് ഒന്നും, ആരുടെ ജോബും ഇസ് നോട്ട് അറ്റ് എ റിസ്ക്. ദാറ്റ്സ് ഓൺലി എ ഫേക്ക് പെർസെപ്ഷൻ ഓഫ് ദ സൊസൈറ്റി. പണ്ട് കമ്പ്യൂട്ടർ വരുമ്പോ ഭയങ്കര സമരം നടത്തിയ ആൾക്കാരല്ലേ, കമ്പ്യൂട്ടർ വന്നാൽ എല്ലാവരുടെയും ജോലി പോകുന്നു. എവിടെ ജോലി പോകുന്നു? You will be handling a different things, but only thing you should be ready to adapt to the changes. And let us see, artificial intelligence ഉണ്ടായാലും how the accountant will be standing different. അക്കൗണ്ടന്റ് എന്തായാലും വേണം. റിപ്പോർട്ട്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുഖാന്തരം തരും. അത് ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള ക്വാളിറ്റിയുള്ള ആളുണ്ടെങ്കിൽ മാത്രമേ ആ കാര്യത്തിന് യൂസ് ഉള്ളൂ. സോ unless you have a proper qualified efficient accountant, artificial intelligence തനിയെ ഉണ്ടായിട്ട് absolutely no use. So what I am saying is, accountant can consult and advise. ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി തരും. ഇപ്പൊ നിങ്ങൾ ടാലിയിലോ ഒറാക്കിലോ SAPയിലോ ഒരു റിപ്പോർട്ട്, ഇന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ആ റിപ്പോർട്ട് എടുത്തു കൊടുത്തു. ആ റിപ്പോർട്ട് നമ്മളുടെ ഓണർ എടുത്തുകൊണ്ട് അയാൾക്കൊരു കാര്യമില്ല. ഓൺലി ആൻ അക്കൗണ്ടന്റ് വിൽ ഏബിൾ ടു കൺസൾട്ട് ആൻഡ് അഡ്വൈസ് ബേസ്ഡ് ഓൺ ദ റിപ്പോർട്ട്. ഇപ്പൊ സെയിൽസ് റിപ്പോർട്ട് കൊടുത്തു, അല്ലെങ്കിൽ കളക്ഷൻ റിപ്പോർട്ട് കൊടുത്തു,
അപ്പൊ അതിനെപ്പറ്റി പ്രോപ്പർ ആയിട്ടൊരു അനാലിസിസ് വെക്കുക. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, ഈ മാസത്തെ സെയിൽസ് എത്ര, ഈ മാസത്തെ കളക്ഷൻ എത്ര, കഴിഞ്ഞ മാസം നമ്മൾ എന്ത് ചെയ്തു, അതും ഒന്ന് കമ്പയർ ചെയ്തിട്ട് നമ്മളൊരു റിപ്പോർട്ട് കൊടുത്താൽ മാത്രമേ അതിന് നമ്മളുടെ തന്നെ നോളേജ്, നമ്മളുടെ തന്നെ പേഴ്സണൽ സ്കിൽസ്, സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയും, അതുണ്ടെങ്കിൽ മാത്രമേ അത് ആ റിപ്പോർട്ടിന് യൂസ് ഉള്ളൂ. അല്ലാണ്ട് ഓണർ നാളെ തൊട്ട് എനിക്ക് അക്കൗണ്ടൻസ് വേണ്ട, ഞാൻ റിപ്പോർട്ട് എടുത്തോളാം എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ഹി വിൽ ടേക്ക്, ബട്ട് ഹി വിൽ നോട്ട് ഏബിൾ ടു get any advice and suggestions unless he is a qualified accounts person. അതും തിരി റയർ ആണ്. ക്വാളിഫൈഡ് അക്കൗണ്ടന്റ് ആണെങ്കിലും the owners, they want to concentrate more on the strategic important levels than doing all the small things, which of course need a lot of relevant other skills as well. So accountant's job always there, because only accountant can interrupt and advise the management based on the reports produced by the artificial intelligence. And of course, we can also specialize. ഇപ്പൊ കണ്ടിട്ടില്ലേ, മാനേജ്മെന്റ് അക്കൗണ്ടന്റ്, ഫൈനാൻഷ്യൽ അനലിസ്റ്റ്, അതിൽ തന്നെ ഓരോരോ ഡിപ്പാർട്ട്മെന്റിലെ അനാലിസിസുകൾ വേറെ വേറെ ഉണ്ട്. അപ്പൊ അതിന് മാത്രമായിട്ടും പല ഏരിയ ഓഫ് സ്പെഷ്യലൈസേഷൻ ഉണ്ട്. അപ്പൊ വി ഓൾ ക്യാൻ ഡു എ ലോട്ട് ഓഫ് സ്പെഷ്യലൈസേഷൻ ഇൻ ഡിമാൻഡ്, ലൈക്ക് ടാക്സ് ലോ, ഫോറൻസിക് അക്കൗണ്ടിങ്. ഇപ്പൊ പഠിപ്പിനടക്കം ഫോറൻസിക് അക്കൗണ്ടിങ് വന്നൊരു ഏരിയ ആണ്. അപ്പൊ അവിടെയൊക്കെ വരുമ്പോൾ ഓൺലി പീപ്പിൾ ഹു സ്പെഷ്യലൈസ് ഇൻ ദാറ്റ് ഏരിയ, ഓൺലി ട്രഷറി മാനേജ്മെന്റ്, ഓൺലി ഡീലിംഗ് വിത്ത് ഫോറിൻ കറൻസി ട്രാൻസ്ലേഷൻസ്, അങ്ങനെയൊക്കെ വരുമ്പോൾ there are a lot of scope for the accountant to specialize, which we were not there in before. And of course, only accountant can incorporate artificial intelligence tools. എന്തൊക്കെ ടൂൾസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്, സിസ്റ്റം ഒക്കെ ഉണ്ട്, പക്ഷെ ആർക്കും അതെ യൂസ് ചെയ്യാൻ അറിയില്ല, എവിടെ യൂസ് ചെയ്യണമെന്ന് അറിയില്ല. അപ്പൊ നമ്മളുടെയൊക്കെ കാര്യം അങ്ങനെ തന്നെയാണ്. നമ്മളുടെ ഫോണിലൊക്കെ ഒരുപാട് ആപ്പ് ഉണ്ട്. ആ ആപ്പ് എവിടെയൊക്കെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യണമെന്ന് അറിയുന്നവര്, ഫുള്ളായിട്ട് അറിയുന്നവര് വളരെ കുറച്ചു പേരേ ഉള്ളൂ. It's not a mistake. See, if you want to really have the benefit of any phones, with advanced phone, unless you use it for the real productive things, it's a waste of money. പല ആൾക്കാരും ആകെ ഫോൺ യൂസ് ചെയ്യുന്നതാണ് വാട്സപ്പ്, കുറെ ഫോട്ടോ എടുക്കുക, 2-3 സോഷ്യൽ മീഡിയാസ്, സോഷ്യൽ പ്ലാറ്റ്ഫോംസ് ഇംപ്ലിമെന്റ് ചെയ്യുക, ഐ മീൻ ഡൗൺലോഡ് ചെയ്യുക, അതിൽ കൂടി ബാക്കി ചെയ്യുക. അത് നമ്മൾ വേണ്ട വിധത്തില് പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ we will not be catching up with the development which is happening in the environment and the society. So അക്കൗണ്ടിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ചിലപ്പോൾ ഒരു ബന്ധവും ഇല്ലാത്തൊരു സോഫ്റ്റ്വെയർ ആയിരിക്കും. സോ ഇഫ് യു ആർ റിയലി വർക്കിംഗ് ഓൺ ദിസ്, ഇപ്പൊ നമുക്ക് തന്നെ തോന്നും ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാൽ ഈ കാര്യങ്ങൾ നമുക്ക് കുറച്ചും കൂടി ബെറ്ററായി ചെയ്യാമല്ലോ എന്ന് നമുക്ക് തോന്നാം. എഞ്ചിനീയറും എന്താ പറയാ, സയന്റിസ്റ്റുകൾ മാത്രമല്ല പുതിയ മെത്തേഡ്സ് കണ്ടുപിടിക്കുന്നത്, ഈവൻ അക്കൗണ്ടൻസ് ആർ യൂസിങ്. അങ്ങനെയാണ് പല സോഫ്റ്റ്വെയറും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. പണ്ട് അക്കൗണ്ട് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നവര് ദേ നെവർ ഹാഡ് എനി ബേസ് ഓഫ് അക്കൗണ്ടിങ്. പക്ഷെ ഇന്ന് ഒരുപാട് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ദേ ഹാവ് മൂവ് ടു സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റേഷൻ ആൻഡ് കോഡിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ എന്താ, അവരുടെ എഫിഷ്യൻസി and their interpretation will be much faster than the people who just do coding and implementing the accounting software. അതെനിക്ക് അനുഭവം ഉള്ളതാണ്. നമ്മൾ സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ there were 2-3 chartered accountants, they were implementing the software for the HR. അവര് വളരെ നന്നായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ വേറെ പല ഡിപ്പാർട്ട്മെന്റ്സിലും those people are very good, but you should explain what exactly you want. For example, asset register എന്നൊരു രജിസ്റ്റർ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ അസറ്റ് രജിസ്റ്ററിൽ മൈ റിക്വയർമെന്റ് വാസ് ഐ മസ്റ്റ് ഹാവ് ദ നെറ്റ് ബുക്ക് വാല്യൂ ഓഫ് ദ അസറ്റ് എനി ഡേ ഓർ എനി എൻഡ് ഓഫ് ദ മന്ത് ഓർ വേണമെന്ന് പറഞ്ഞപ്പോൾ ദേ ഡിഡ്ന്റ് നോ ഹൗ ടു കം ടു ദാറ്റ് ലെവൽ. ഇപ്പൊ നമ്മളൊരു അക്കൗണ്ടന്റ് ആണെങ്കിൽ നമുക്കറിയാം നെറ്റ് ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, കോസ്റ്റ്, അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എത്രയാണ് കഴിഞ്ഞ കൊല്ലം വരെ, ഈ കൊല്ലത്തിലെ 6 മാസമാണെങ്കിൽ 6 മാസത്തെ ഡിപ്രീസിയേഷൻ എത്ര കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഇന്നത്തെ നെറ്റ് ബുക്ക് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. പക്ഷെ ഈ അക്കൗണ്ടിങ് നോളേജ് ഇല്ലാത്ത ഒരാൾക്ക്, അൺലെസ് യു എക്സ്പ്ലെയിൻ ടു ദം, they will not able to help you out with the reports you want. So accountant with a great knowledge of accounting base will able to use the artificial intelligence and create lot of reports. There is no end. അതൊക്കെ നമ്മളുടെ ക്രിയേറ്റിവിറ്റി വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അക്കൗണ്ടൻസിനാണ് എപ്പോഴും ഒരു ഹ്യൂമൻ ടച്ച് ഉള്ളത്. വെറുതെ ഒരു റിപ്പോർട്ട് തന്നിട്ട് കാര്യമില്ല, അത് പ്രോപ്പർ വേർഡ്സിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം.
പ്രോപ്പറായ ലാംഗ്വേജിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. മെഷീൻ ലാംഗ്വേജ് ഈസ് നോട്ട് ഓൾവേസ് അണ്ടർസ്റ്റാൻഡബിൾ ഫോർ എവരി വൺ. അപ്പൊ അത് ചെയ്യുമ്പോൾ അത് പേഴ്സണൽ ആയിട്ട് സിമ്പിൾ ലാംഗ്വേജിൽ, അതൊക്കെയാണല്ലോ നമ്മളുടെ എക്സാം. പ്രൊഫഷണൽ കോഴ്സ് ചെയ്യുന്നവർക്ക് അറിയാം. You will be dealing with the people who are not in accountants field. So you cannot use the jargons. But ചില jargons ഒക്കെ സോഫ്റ്റ്വെയറിലും മറ്റും വരുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ അക്കൗണ്ടന്റ് ആവുമ്പോൾ he will able to put his communication skill and he will interact nicely in a eye-to-eye manner with the meetings. He will able to communicate. So ഈ factors കാരണം തന്നെ accountants are always valuable. Especially with the communication skills, soft skills, etc. Accountants are inevitable. Whatever artificial intelligence, whatever automation comes, there is always scope for the accountant. They are already there. Only thing you will be doing a different area of job specialization than the olden days sitting and writing. So ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരും തന്നെ ഒരു ഫിയർ ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ദിസ് ഈസ് ഓൾ എൻ ഇൻഡിക്കേഷൻ ഫോർ യു ഓൾ ടു അപ്ഗ്രേഡ് യുവർ സെൽഫ് വിത്ത് ന്യൂ നോളേജ്. ആൻഡ് ഓഫ് കോഴ്സ് ഇൻ അക്കൗണ്ട്സ് അക്കാഡമി we are teaching you the real life scenarios, and we are giving you an opportunity to do the client's work which is not available for most of the firms, which is not ethical. Since we are doing the practical accounting work and the training, we are able to do that. Adu koodande you all are getting a chance to do the RTP where you are really exposed to the real life accounting. Appo verade ivade tally padichu allengil SAP padichu ennu parnittu kariyilla. We are even giving you the opportunity to go and see the client, how they are working, and what are the so many other non-accounting areas, what are the dress code, how to communicate, what are the line of authority, what is your protocol to get into the office, how you should behave. There are so many things academy is providing you to learn. So academy il idellam koodiyittulla oru package aanu nammal therunathu. അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിങ്ങൾ അറിയണ്ടാവില്ല. ഇപ്പൊ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറയുമ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതാണല്ലോ നിങ്ങൾക്ക് ഇപ്പൊ തോന്നിയിട്ടുണ്ടാവും ഞാൻ പറയുമ്പോൾ തന്നെ. അപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. വാട്ട് യു ഹാവ് ടു ഡു ഈസ് യു ഹാവ് ടു ടേക്ക് ഇറ്റ് ഇൻ എ റിയൽ ലൈഫ് സിനാരിയോ ബൈ ലുക്കിംഗ് അറ്റ് ദ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ്, ആൻഡ് യു ഷുഡ് അപ്ഗ്രേഡ് യുവർ സെൽഫ് വിത്ത് വാട്ട് എവർ ഈസ് ഇൻ ഡിമാൻഡ്. യു ഡോണ്ട് നീഡ് ടു സീ ദിസ് ആസ് എ ത്രെറ്റ്. ദിസ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ ഓഫ് us ടു ലേൺ. ഫോണ് വന്നപ്പോ ആർക്കും ത്രെട്ട് ഉണ്ടായിരുന്നില്ല. പണ്ട് നമ്മൾ ലാൻഡ് ലൈൻ ഫോണിൽ മാത്രമേ ഉണ്ടായിരുന്നു. അപ്പൊ ആർക്കെങ്കിലും ത്രെട്ട് ഉണ്ടായിരുന്നോ? ഒരു ത്രെട്ടും ഉണ്ടായിരുന്നില്ല. എല്ലാവരും അതിന്റെ പോസിറ്റീവ് സൈഡ്സ് മാത്രമാണ് നോക്കിയത്. വി ക്യാൻ ക്യാരി ദ ഫോൺ, വി ക്യാൻ ഡു വേർ എവർ വി വാണ്ട്, വി ക്യാൻ കോൾ വെൻ എവർ വി ആർ ഔട്ട് ഓഫ് ദ ഹൗസ്, അല്ലെങ്കിൽ പൈസ കൊടുക്കേണ്ട. സോ മെനി ബെനിഫിറ്റ്സ് വി ഹാഡ്. ദ സെയിം വേ, the same aspects, the same attitude you have to implement for your job scenario and your career development. So artificial intelligence എന്നുള്ളത് ആരുടെയും ജോബ് എടുക്കുന്ന ഒരു കാര്യമേ അല്ല. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ദ കറന്റ് ജനറേഷൻ നീഡ് ടു റിയലി വറി അബൌട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. യു ആർ ഓൾറെഡി ഇൻ ദ പ്ലാറ്റ്ഫോം. നിങ്ങൾ അതിനനുസരിച്ചാണ് ട്രെയിനിങ്ങും അതും നിങ്ങളുടെ പഠിപ്പും ഒക്കെ വന്നിരിക്കുന്നത്. ഇത് ഏറ്റവും ഫിയർ ആയിട്ട് വരുന്നത് കുറച്ചൊരു 10 കൊല്ലം റിട്ടയർ ആവാനുള്ള സമയമുള്ള ഒരാള്, ആൾക്ക് പുതുതായിട്ട് ഇപ്പൊ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ പഠിക്കണം എന്ന് പറയുമ്പോൾ ഒരു ഫിയർ, എന്റെ ജോലി പോവോ എന്നുള്ളതൊക്കെയാണ്. അപ്പോഴും പോകണമെന്നില്ല. ഇഫ് യു ആർ റെഡി ടു അഡാപ്റ്റ് ടു ദ ചേഞ്ച് ആൻഡ് ഇഫ് യു ആർ കീപ്പിംഗ് യുവർ സെൽഫ്, യുവർ മൈൻഡ് ഫ്രഷ്. ആൻഡ് ഇപ്പൊ നമ്മളൊക്കെ അങ്ങനെയില്ല. ഞാനൊക്കെ പഠിച്ചു പോകുമ്പോൾ കമ്പ്യൂട്ടറേ ഇല്ല. പിന്നെ ഞാൻ വർക്ക് ചെയ്തത് അറ്റ്ലീസ്റ്റ് ഇന്ന് അക്കൗണ്ട്സ് അക്കാഡമിയുമായിട്ട് സ്ഥാപനങ്ങളുണ്ട് ട്രെയിനിങ് തരാൻ. നമ്മളുടെ കാലത്ത് കമ്പ്യൂട്ടർ പഠിക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കരമാണ്. എനിക്ക് ഓൺ ദ ജോബ് കയറി വർക്ക് ചെയ്തിട്ട് പഠിച്ചിട്ടാണ് ചെയ്തത്. അപ്പോ ട്രെയിനിങ്ങും ഇല്ല, ഈ പ്രാക്ടിക്കൽ അക്കൗണ്ടിങ് കോഴ്സും ഇല്ല. അപ്പൊ അതൊക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്ത് വന്നില്ലേ. അപ്പൊ ആ ഒരു മെന്റാലിറ്റി വേണം. അപ്പൊ അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞാല് ഐ വോണ്ട് സേ യു ഷുഡ് ടേക്ക് ഇറ്റ് വെരി ലൈറ്റ്. യു ഷുഡ് ബി റെഡി ടു സ്പെൻഡ് ആൻഡ് ഇൻവെസ്റ്റ് ഫോർ യുവർ കരിയർ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലാണ്ട് എനിക്ക് നല്ല ജോലി കിട്ടിയില്ല, ഒക്കെ കമ്പ്യൂട്ടറൈസ്ഡ് ആയി. നോ, കമ്പ്യൂട്ടറൈസ് ആയത് കാരണം ആരുടെയും ജോലി പോണില്ല. യു ഷുഡ് ഗെറ്റ് അഡോപ്റ്റഡ് ടു യുവർ സെൽഫ്. നമ്മൾ അങ്ങനെയല്ലേ, ഫോണ് പറയുമ്പോൾ നമ്മൾ എല്ലാ ഫോണും മാറ്റുന്നു, സോഫ്റ്റ്വെയർ മാറ്റുന്നു, പുതിയ ഫോണ് പഠിക്കുന്നു. അതേമാതിരി തന്നെയാണ്. ബട്ട് യു ഷുഡ് ബി ലിറ്റിൽ മോർ സീരിയസ്. സോഷ്യൽ മീഡിയയിൽ ചെയ്യണ മാതിരി അല്ല ഒരു ജോബിൽ ചെയ്യണത്. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ.
there is absolutely no threat. You should see all the opportunities coming. So you should be really Googling and finding out what is the next step of artificial intelligence, where I should get trained, what is the new courses I have to learn. അങ്ങനത്തെ കാര്യം എല്ലാ ഫീൽഡിലും. ഇറ്റ്സ് നോട്ട് ഓൺലി ഫോർ അക്കൗണ്ടൻസ് ആർ മച്ച് സേഫർ ദാൻ തിങ്കിങ് അബൌട്ട് ദ എഞ്ചിനീയേഴ്സ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എഞ്ചിനീയേഴ്സ് അവരൊക്കെ പേപ്പറും പെൻസിലും വെച്ച് പ്ലാൻ ഡ്രോ ചെയ്തതാണ്. അത് കഴിഞ്ഞ പിന്നെ ആദ്യമായിട്ട് ഒരു ഓട്ടോ കാർഡ് എന്നൊരു സോഫ്റ്റ്വെയർ വന്നു. പിന്നെ ഡിസൈനിന് വേണ്ടിയിട്ട് കണ്ടമാനം സോഫ്റ്റ്വെയറുകളുണ്ട്. അപ്പൊ ഒരു സ്ഥലത്തുള്ള എഞ്ചിനീയർ പുതിയൊരു ജോലിക്ക് പോകുമ്പോൾ ദാറ്റ് വിൽ ബി എ ഡിഫറെന്റ് സോഫ്റ്റ്വെയർ. അപ്പൊ അത് അയാൾ പഠിക്കണം. അതിനുള്ള സ്കോപ്പ് ഒരുപാട് ഇപ്പൊ ഉണ്ട്. അപ്പൊ അക്കൗണ്ടിങ്ങിൽ അറ്റ്ലീസ്റ്റ് നമ്മളുടെ ജേണൽ എൻട്രി, എന്ത് സിസ്റ്റം ഉപയോഗിച്ചാലും നമ്മളുടെ ജേണൽ എൻട്രി മാറില്ല. ഡെബിറ്റും ക്രെഡിറ്റും വിൽ റിമൈൻ ദ സെയിം. സോ അബ്സല്യൂട്ട്ലി നോ ഇഷ്യൂസ്. യുവർ ഡ്യൂട്ടി ഈസ് ടു understand with the logic the principles of accounting and the practice of accounting, and upgrade yourself with the latest technology in the artificial intelligence which is available in our platforms. So as long as people are with Accounts Academy, I don't think you need to fear about it. We are already up to date. നിങ്ങൾ ആദ്യം വന്ന് പഠിച്ചപ്പോൾ ഇവിടെ എല്ലാം മാനുവൽ അങ്ങനെയായിരുന്നു. ഇപ്പോഴൊക്കെ നമുക്ക് ഒരുപാട് സോഫ്റ്റ്വെയറിൽ കൂടി നിങ്ങളുടെ വർക്ക് അപ്ഡേറ്റ് ചെയ്യണു, നിങ്ങളുടെ കാര്യങ്ങൾ അറിയാം, എത്ര വർക്ക് ചെയ്തു എന്നുള്ളതൊക്കെ നമ്മളെ പ്ലസ് ഗോൾ ഫോർ ദ സ്റ്റുഡൻസ്, ഇതൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി slowly, without you being awareing that you are into the transformation with artificial intelligence, it is going on. So there is absolutely nothing alarming about you worrying about the artificial intelligence. എന്റെ ജോലി പോവോ, ഞാൻ എന്താ പഠിക്കണ്ടേ എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മൾ വറി ചെയ്യേണ്ടതായിട്ട് ആവശ്യമേ ഇല്ല.